ഹലോ, ഞാൻ സുനി സജി, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോട്ര, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ബിന്ദുവിൻ്റെ കൂടെയാട്ടോ. ബിന്ദു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ സത്യമായിട്ടും ബിന്ദുവിന് ഈ പഠിക്കണ കാലത്തിൽ ഒരു 18-19 വയസ്സുള്ളപ്പോൾ ഒരു കൊച്ചിനെ വളർത്തി കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു രേവതിക്ക് എനിക്കൊരു നിധിയായിട്ട് കിട്ടിയതാട്ടോ. പിന്നെ പഠിത്തം തീർന്ന് കെട്ടിച്ചു വിട്ട് കൊച്ചിനെ ഇപ്പം കെട്ടിക്കാറായിട്ടും എൻ്റെ കൂടെ തന്നെയുണ്ട്. അത് കൂടാണ്ട് നമ്മളൊരു ചെറിയ പ്രസ്ഥാനമായിട്ട് തുടങ്ങിയതാട്ടോ. അപ്പോൾ ബിന്ദുവിൻ്റെ ഫാമിലി, ബിന്ദുവിൻ്റെ അപ്പൻ്റെയൊക്കെ എൻ്റെ ദൈവമേ എന്നോടുള്ള സ്നേഹം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പനും അമ്മയൊക്കെ ആങ്ങളെയും എനിക്ക് ബിന്ദുവിൻ്റെ കുടുംബം എന്ന് പറയാവുള്ളൂ, എൻ്റെ കുടുംബം കേട്ടോ അത്. ബിന്ദുവിനെ കെട്ടിച്ചു വിട്ട വീട്, ആ റാക്കാട് കര കംപ്ലീറ്റ്, മണ്ണത്തൂര് കംപ്ലീറ്റ് രേവതി വെഡിങ് കളക്ഷനിൽ വന്നു. അങ്ങനെയാണ് ഈ രേവതി വെഡിങ് കളക്ഷൻ ഉയർന്നതിൻ്റെ ഒരു ഭാഗം. ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഓരോ മനുഷ്യരെ വിട്ട എപ്പോഴും ഞാനത് ഓർത്തില്ലെങ്കിൽ ശരിയാവില്ല. ഇങ്ങനെ ഓരോരുത്തരും മുഖാന്തരം ഇങ്ങനെ ഒത്തിരി പേരുടെ ഹെൽപ്പും കൊണ്ടല്ലാണ്ട് ഒരു പ്രസ്ഥാനവും വളരാൻ പറ്റില്ല. അതിലൊരു മെയിൻ ഘടകമായിരുന്നു അത് കിട്ടിയ അവസരം. ഇത് ബിന്ദുവിന് അറിയാൻ പാടില്ല, ഞാനിങ്ങനെ പറയുന്നതൊക്കെ. അപ്പോൾ മാല എടുക്കാൻ വന്നത്. അപ്പോൾ ഞാൻ ഇത് മദർ പേളിൻ്റെ, ബിന്ദുവിന് ഇതിൽ ഓർമ്മ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഏതാണെന്ന് ഞാൻ പറയില്ല. അപ്പോൾ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും സാധനം സെലക്ട് ചെയ്യാൻ വെച്ചേക്കണേ. ഇത് മദർ പേളിൻ്റെ മാലയും കമ്മലും, അത് ഒരു 2 ഗ്രാമൊക്കെ എല്ലാം തൂക്കം വന്നതാണ്. എല്ലാം വീഡിയോയ്ക്ക് പിടിച്ച് ബലമായിട്ട് നിർത്തിയതാട്ടോ. എല്ലാവരും മുങ്ങൂന്ന് ഇന്നാൾ വന്നതാ കസിൻ ബ്രദറിനെ സ്വർണ്ണം എടുക്കാൻ. എന്നിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ മുങ്ങിയത് ഒറ്റയിടത്തിനെ കാണില്ല. അപ്പോൾ ഞാൻ ബലമായിട്ട് വീഡിയോയ്ക്ക് പിടിച്ചതാ. അപ്പോൾ ഇനി അടുത്ത മാല വരുന്നത് കാണിക്കാവേ. അടുത്ത മാല കണ്ടാലോ? നോക്കിക്കേ, ആ മാല ഒരു കുഞ്ഞ് പേള്, റോസ് പേള് ഉള്ളിലുണ്ട്. അതിൽ 3 റൗണ്ട് സ്റ്റോണും ഇതുമായിട്ട് ആ ലോക്കറ്റ് നല്ല രസമല്ലേ. അതിൻ്റെ കമ്മലൂടെ കാണാട്ടോ. ആ കമ്മൽ അങ്ങനെ ഒരു പാറ്റേൺ എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത മാല ഇട്ടിട്ട് നോക്കിയാൽ അതെക്കൊണ്ട് നോക്കിക്കേ എന്ത് ഭംഗിയാന്ന്. ആ ചുരിദാറിനൊക്കെ ഭയങ്കര രസമല്ലേ. എല്ലാം കാണുമ്പോൾ എല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട്. ബിന്ദു ആകെ കൺഫ്യൂഷനിലാട്ടോ. എല്ലാം ഇതേ കമ്മൽ കണ്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി 7 ഗ്രാം സംതിങ് ആട്ടോ. 7 ഗ്രാം അങ്ങനെ പലതിനും. ഞാൻ മാല ചെയിൻ മാത്രം കേട്ടോ, ലോക്കറ്റും ഒക്കെ കൂടെ കൂട്ടുമ്പോൾ വെയിറ്റ് വരും കേട്ടോ. 7 ഗ്രാം സംതിങ് വരും കമ്മലും മാലയും ഇതൊക്കെ കൂടെ കൂടി. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചാൽ മതി. ഞാൻ ചെയിൻ്റെ മാത്രമായിരുന്നു പറഞ്ഞത്, ലോക്കറ്റിൻ്റെ കൂടെ കൂടാണ്ടായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പം 3/4 പവൻ്റെ അടുത്തൊക്കെ വരുമല്ല, 1 പവനിൽ താഴെ. അപ്പം നമുക്ക് ഇനി അടുത്ത മാല കണ്ടാലോ? അടുത്ത മാല നോക്കിയാലോ? എല്ലാം റോസ് ഗോൾഡായിട്ട് എടുത്ത് വെച്ചേക്കണേ. ആ മാല കണ്ടോ? എൻ്റെ ലോക്കറ്റൊക്കെ നല്ല രസമായിട്ടത്, നിറച്ച് സ്റ്റോണ്, ഒരു പൂ ഡിസൈനിൽ. പിന്നെ അതിന് ചേരണ ഒരു കമ്മലും ഇട്ടിട്ടുണ്ട്. എല്ലാം റോസ് ഗോൾഡ്. അതിൻ്റെ ചെയിനും ഒക്കെ നല്ലതാണ് മാലയുടെ. നല്ല ഇങ്ങനെ കണ്ടാൽ ഇത്രയൊന്നും അല്ല, നല്ല പൂഴ്ചയും തോന്നും. 18 ക്യാരറ്റ് ആയതാണ് ലാസ്റ്റിങ്ങും കൂടുതലാട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, 18 ക്യാരറ്റ് സ്വർണം തന്നെയാണ് കേട്ടോ. എല്ലാവരും വന്നിട്ട് ഈ 9 months തന്നെ വേണം. 18-ലാണ് ഏറ്റവും ഭംഗിയുള്ളതും ഫിനിഷിങ്ങിലായിട്ടുള്ളതും. ഈ ന്യൂജൻ പാറ്റേണുകളൊക്കെ ഒത്തിരി വന്നത് 9 months-നേക്കാളും. 9 months എനിക്കിഷ്ടം ആൻറ്റിക്കിൻ്റെ ഈ വെയിറ്റ് കൂടിയത് ഏറ്റവും ഭംഗി 9 months-ലാണ്. 18-ൽ ലൈറ്റ് വെയിറ്റിന് ഏറ്റവും സൗന്ദര്യം 18-ലാണ്. നിങ്ങൾ കൊണ്ടുവന്നാൽ ഏത് കടയിൽ നിന്ന് മേടിച്ചത് നമ്മൾ പേപ്പർ വിലയ്ക്ക് 18-ൻ്റെ പേപ്പർ വിലയ്ക്ക് നമ്മൾ എടുക്കും കേട്ടോ. അതൊന്നും ടെൻഷൻ അടിക്കണ്ട, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഞാൻ എടുത്തോളാം. അപ്പോൾ ഇത് കണ്ടല്ലോ. ഇനി അടുത്ത മാല കണ്ടാലോ? അടുത്ത മാല നോക്കിക്കേ, നല്ല സൂപ്പർ ഒരു പേളിൻ്റെ ഇതിൻ്റെ കമ്മലും. ഇത് മൊത്തം കമ്മലും മാലയും കൂടെ 6 ഗ്രാമായിട്ടോ വരുള്ളൂ. റോസ് ഗോൾഡിൽ നല്ല രസമില്ലേ, ഭയങ്കര രസമില്ലേ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാട്ടോ. ലൈറ്റ് വെയിറ്റ് ഇങ്ങനത്തെ നമ്മൾ സ്ഥിരം കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഇങ്ങനത്തെയൊക്കെ നല്ല. ഞാൻ പറഞ്ഞില്ലേ, ഫംഗ്ഷൻ വെയറിന് 9 months-ൻ്റെ ആൻറ്റിക്കൊക്കെ ഇച്ചിരി വെയിറ്റ് കൂടിയത് എടുക്കുക. രണ്ടിനും 2 രീതിയിൽ. കാഷ്വൽ വെയറിന് ഇടുന്നതല്ല, ഫംഗ്ഷൻ വെയറിന് നമ്മൾ ഡ്രസ്സ് ഇടുന്ന പോലെ തന്നെ. അപ്പോൾ സ്വർണ്ണമൊക്കെ ഇങ്ങനത്തെ നല്ലത് സെലക്ട് ചെയ്യുക. ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ബിന്ദുവിന് ഇഷ്ടപ്പെട്ടത് എടുത്തു വെച്ചതിൽ കുറച്ചെടുത്ത് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. അതുകൂടാണ്ട് നമ്മുടെ സ്കീം ഇപ്പം എനിക്ക് ഒത്തിരി, ഇപ്പം നമ്മൾ 6-7 മാസമല്ലേ ആയുള്ളൂ തുടങ്ങിയപ്പോൾ. 6500-ക്ക് വന്നത് ഇപ്പോൾ 7330 അപ്പോൾ എന്തോ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ അയ്യോ കൂടാൻ പാടാന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്ക്. അപ്പം ഒരു സേവിങ്സ് ആയിട്ട് എനിക്ക് ആ മക്കൾക്ക് വേണ്ടേ, മക്കൾ ഇടണ്ട, നമുക്ക് മാറി ഇടാൻ പാടില്ലേ. അപ്പോൾ നമുക്കതൊരു രസമല്ലേ, നമ്മുടെ മനസ്സിന് സന്തോഷം. പിന്നെ 10 പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മക്കളുടെ മുമ്പിലൊന്നും കൈ നീട്ടണം. ഒരു വീട്ടിൽ കാശ് വെച്ചിട്ട് നമുക്ക് ടൂർ പോകാൻ പാടില്ലേ.
അങ്ങനെ സേവിങ്സ് എപ്പോഴും നല്ലതാട്ടോ. എൻ്റെ മക്കൾ നോക്കും കെട്ടിയൊന്നും അങ്ങനെയല്ല, നമുക്കൊരു പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇച്ചിരി സ്വത്തൊക്കെ വേണം. പിന്നെ അപ്പോൾ പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഓൺലൈൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഇവിടെ അയച്ചു തരും. ഓൾ ഇന്ത്യ ഉണ്ട് കേട്ടോ. അതുകൂടാണ്ട് സൺഡേ കട ഓപ്പൺ ആയിരിക്കും, ഒരു 10:11 ആകുമ്പോഴത്തേനും കട തുറക്കും. പിന്നെ എല്ലാ കാര്യവും പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.